നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഒറ്റ ഓവർ മതി ജീവിതം മാറി മറിയാൻ. പ്രഫുൽ ഹിഞ്ചെ അതാണ് ഇന്നലെ കാണിച്ചത്. SRH രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്തുമ്പോൾ ആദ്യ ഓവറിൽ 3 വിക്കറ്റുകളാണ് അവൻ പിഴുതെടുത്തത്. ഇത് IPL പുത്തൻ ചരിത്രമാണ്. ആദ്യ ഓവറിൽ ആരും 3 വിക്കറ്റുകൾ എടുത്തിട്ടില്ല. അവൻ്റെ കരിയറിലെ ആദ്യ IPL മത്സരമായിരുന്നു. അരങ്ങേറ്റ മത്സരത്തിലാണ് ഇങ്ങനെ ഒരു ചെയ്ത്തവൻ ചെയ്തത്, ഓമ്പൻ ബാറ്റർമാരെ പറഞ്ഞു വിട്ടുകൊണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ പ്രഫുൽ ഹിഞ്ചയെ ഇറക്കാനുള്ളൊരു ആലോചന SRH നടത്തിയിരുന്നു. അത് ഇഷാൻ കിഷൻ പറയുകയും ചെയ്തു. പക്ഷേ ഒടുവിൽ ഇമ്പാക്റ്റ് സബ്ബായിട്ട് ജയദേവ് ഉനഡ്കഡിനെ ഇറക്കുകയാണ് ചെയ്തത്. വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല. അതോടുകൂടി ഈ കളിയിൽ എന്തായാലും ഇറക്കാൻ തീരുമാനിച്ചു. ഇറക്കി പണിയങ്ങ് കൊടുത്തു രാജസ്ഥാൻ റോയൽസിന്. നോക്കുക, അവൻ ആദ്യ ഓവർ എറിയുന്നതിന് മുമ്പ് അവൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സ് 3K ആയിരുന്നു, 3000 ആയിരുന്നു. പിന്നെ അത് അതിവേഗം കുതിക്കുന്ന കാഴ്ച, കളി നടക്കുമ്പോൾ തന്നെ അതിവേഗം കുതിച്ചു 100Kയിലേക്കൊക്കെ എത്തി. ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് 175K ആണ്. എവിടെന്നാ 3Kയിൽ നിന്നാണ് 175K, 1,70,75,000 ആളുകളിലേക്ക്. ഇതിനി വീഡിയോ ഒക്കെ പബ്ലിഷ് ചെയ്യുമ്പോഴേക്കും ഇത് 2 ലക്ഷം 3 ലക്ഷം ഒക്കെ ആയി വളരും. ഒറ്റ ഓവർ മതി ജീവിതം മാറി മറിയാൻ എന്നർത്ഥം. ഇനി ഒരു കാര്യം കൂടി, ഇവനെടുത്ത വിക്കറ്റുകളിൽ ഏറ്റവും ഇവന് പ്രിയപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ മറുപടി സൂര്യവംശിയുടെ വിക്കറ്റാണ്. വൈഭവ് സൂര്യവംശി എന്തൊരു പൊളിച്ചെടുക്കലാണ് ഈ സീസണിൽ ഇതുവരെ നടത്തിയത്. ബൂംറയ്ക്ക് കൊടുത്തു, ബോൾട്ടിന് കൊടുത്തു, ഭുവനേശ്വറിന് കൊടുത്തു, ജോഷ് ഹേസൽവുഡിന് കൊടുത്തു. എല്ലാവർക്കും അടി കൊടുത്ത ആ വണ്ടർ കിഡിനെ ആദ്യ പന്തിൽ തന്നെ വീഴ്ത്തി കളഞ്ഞില്ലേ പ്രഫുൽ ഹിഞ്ചെ. വെറുതെ വീഴ്ത്തിയതല്ലതെ, നേരത്തെ പറഞ്ഞിരുന്നു മറ്റുള്ളവരോട്, ഞാൻ അവനെ വീഴ്ത്തും, ആദ്യ പന്തിൽ തന്നെ വീഴ്ത്തും, അതിനുള്ള പ്ലാനും പറഞ്ഞിരുന്നു. കളിക്ക് ശേഷം അവൻ കൃത്യമായി പറയുകയുണ്ടായി, സൂര്യവംശിയുടെ വിക്കറ്റാണ് ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം അവൻ നല്ല ഫോമിൽ നിൽക്കുകയാണല്ലോ. ഞാൻ എൻ്റെ കൂടെയുള്ളവരോട് പറഞ്ഞിരുന്നു, ഞാൻ അവനെ ഔട്ടാക്കും, ഫസ്റ്റ് ബോളിൽ തന്നെ ഔട്ടാക്കും. ഒരു ബൗൺസർ എറിഞ്ഞോ മറ്റെന്തെങ്കിലും വഴിയിലോ അവനെ ഫസ്റ്റ് ബോളിൽ തന്നെ ഔട്ടാക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ വരുൺ ആരോണിനോട് ഇക്കാര്യം പറഞ്ഞിരുന്നു. അദ്ദേഹം പ്ലാൻ ചെയ്യാനും മറ്റുമൊക്കെ എന്നെ സഹായിച്ചു. സോ താങ്ക് യു ടു വരുൺ ഭായ് എന്നുകൂടി പ്രഫുൽ ഹിഞ്ചെ പറയുന്നു. കൃത്യമായി ടാർഗറ്റ് ചെയ്ത് പ്ലാൻ ചെയ്തതാണ്. ഏതായാലും ഒരു വല്ലാത്ത ഡെബ്യൂ ആയിപ്പോയി. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.